കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ നോമ്പുകാലത്തിൽ പ്രത്യേകമായും നമ്മുടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 23-ാം തിരുവചനം. അവൻ അന്ധനായ മനുഷ്യനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. നമുക്കറിയാം, അന്ധനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഇവിടെ വിവക്ഷിക്കുന്ന അന്ധത എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കാണാൻ പറ്റാത്ത അന്ധതയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈ അന്ധത ബാധിക്കാറുണ്ട്. ക്രിസ്തുവിനെ കാണാൻ പറ്റാത്ത സാഹചര്യം, വ്യക്തികളിലേക്കും മനുഷ്യരിലേക്കും മാത്രം ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം. ഇവിടെ ഈ അന്ധനായ മനുഷ്യനെ കർത്താവ് കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുവരിക. എന്താണ് കാരണം? അവനായിരിക്കുന്ന ഗ്രാമം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ അവനിലേക്ക് ഇറങ്ങാനായിട്ട് സാധ്യതയില്ലാത്ത സാഹചര്യമാണ്. എന്നാൽ മാനുഷികമായി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അന്ധനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമത്തിലായിരിക്കുന്നതാണ് നല്ലത്. കാരണം അവനെ അറിയാവുന്ന ആളുകളുണ്ട്, അവനെ സഹായിക്കുന്ന ആളുകളുണ്ട്. കാരണം അവൻ അന്ധനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവനെ സഹായിക്കാനായിട്ട് ആളുകളുണ്ട്, കൈക്ക് പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് ആളുകളുണ്ട്. കാരണം അവൻ അന്ധനാണെന്ന് ആ ഗ്രാമത്തിലുള്ളവർക്ക് അറിയാം. അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സുരക്ഷിതമായ താവളം എന്ന് പറയുന്നത് ഈ ഗ്രാമം തന്നെയാണ്. പക്ഷേ കർത്താവ് അവന്റെ കൈക്ക് പിടിച്ച് അവനെ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവന്റെ സുരക്ഷിതമായ ഒരു താവളത്തിൽ, അവന്റെ സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ ഈ മനുഷ്യൻ ഇരുന്നാൽ കർത്താവിന്റെ കൃപ ഇവനിലേക്ക് ഇറങ്ങുകയില്ല. കർത്താവിന്റെ കൃപ ഇറങ്ങണമെങ്കിൽ അവൻ ആഗ്രഹിക്കാത്ത ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. അവനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവന് ആ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ അത്ഭുതത്തിന്റെ അവസാനം കർത്താവ് പറയുന്നത്, നീ ഇനി ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകരുത് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ നോമ്പിന്റെ സമയം പ്രത്യേകമായിട്ടും നമുക്കും നമ്മുടേതായ ഗ്രാമങ്ങൾ വിട്ട് കർത്താവിന്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിൽക്കാനുള്ള സാഹചര്യങ്ങളാണ്. പ്രത്യേകമായും നമുക്കറിയാം, നമ്മുടെ സുരക്ഷിതമായ താവളങ്ങളിൽ പലപ്പോഴും നമ്മൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ നന്മപ്പെട്ട സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ, ഇവിടെയൊക്കെ ആയിരിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സാഹചര്യങ്ങളിൽ ആയിരുന്നുകൊണ്ട് കർത്താവെ നീ എന്നെ അനുഗ്രഹിക്ക് എന്ന് പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ നിന്റെ ഗ്രാമം വിടണം. നീ സുരക്ഷിതമെന്ന് കരുതിയിരിക്കുന്ന സാഹചര്യങ്ങൾ മാറണം. അവിടെ നിന്ന് മാറി ദൈവികമായ ഒരു സംവിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്നിലേക്ക് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ഒഴുകും, കർത്താവിന്റെ കൃപകൾ നിന്നിലേക്ക് ഒഴുകും. ഈ നോമ്പുകാലം നമുക്കും അങ്ങനെ ഒരു കാലഘട്ടമാണ്. നമ്മൾ സുരക്ഷിതമാണെന്ന് കരുതുന്ന താവളങ്ങളും സാഹചര്യങ്ങളും മാറുവാൻ, അവിടെ നിന്നും മാറി ദൈവം നിർദ്ദേശിക്കുന്നതായ ഒരു സ്ഥലത്തേക്ക് ചേക്കേറുവാൻ, അവിടെ ആയിരുന്നുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇനിയും പഴയ സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു പോവുകയില്ല എന്നുള്ളതായ ഒരു തീരുമാനമെടുക്കുവാനുള്ള നോമ്പിന്റെ ദിവസങ്ങൾ, ഈ പുണ്യപ്പെട്ട ദിവസങ്ങളിൽ അങ്ങനെ ഒരു ജീവിത സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.